നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി മൂന്നാറിൽ ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി KP ഗണേഷ് കുമാർ നിർവഹിച്ചു. മൂന്നാറിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പുതുതായി 4 KSRTC ബസ്സുകൾ അനുവദിക്കുമെന്ന് മന്ത്രി. വിദേശ സഞ്ചാരികൾക്ക് പോലും KSRTC ഡബിൾ ഡെക്കറിലൂടെയുള്ള മൂന്നാർ യാത്ര പുതിയ അനുഭവമാകുമെന്നും ഗണേഷ് കുമാർ. ജില്ലയ്ക്ക് ആശാവഹമായ നിരവധി പദ്ധതികളുള്ള ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മെഡിക്കൽ കോളേജിനെ തഴഞ്ഞുവെന്ന വാർത്ത അടിസ്ഥാനരഹിതം. ഇടുക്കി പാക്കേജിനും ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. ജില്ലയുടെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ബജറ്റാണിതെന്നും മന്ത്രി. CSR ഫണ്ട് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അനന്തകൃഷ്ണനുമായി തൊടുപുഴ മേഖലയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. അനന്തുവിനെ സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിച്ചത് മൂവാറ്റുപുഴ പോലീസ്. മറയൂർ വട്ടവട മേഖലകളിൽ വെളുത്തുള്ളി വിളവെടുപ്പ് ആരംഭിക്കാനിരിക്കെ വെളുത്തുള്ളിയുടെ വില ഇടിയുന്നു. നിലവിൽ വെളുത്തുള്ളി വില 250-നടുത്ത. മുൻ വർഷങ്ങളിൽ 600-നടുത്തെത്തിയ വെളുത്തുള്ളി വിലയാണിപ്പോൾ 250-ലേക്ക് കൂപ്പുകുത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പുതുതായി 4 KSRTC ബസ്സുകൾ അനുവദിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി മൂന്നാറിൽ ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ സഞ്ചാരികൾക്ക് പോലും KSRTC ഡബിൾ ഡെക്കറിലൂടെയുള്ള മൂന്നാർ യാത്ര പുതിയ അനുഭവമാകുമെന്ന് മന്ത്രി പറഞ്ഞു. മൂന്നാറിന്റെ തിലകക്കുറിയാണ് റോയൽ വ്യൂ ബസ്. ഒരു ദിവസം പകൽ 4 യാത്രകൾ മാത്രമാണ് ഡബിൾ ഡെക്കർ ബസ് നടത്തുക. നിലവിലെ ടൂറിസം യാത്രാ സംവിധാനങ്ങൾക്ക് ഭീഷണിയല്ല ഈ ബസ് സംവിധാനം. മൂന്നാറിന്റെ പ്രകൃതി രമണീയമായ കാഴ്ചകൾക്ക് മറ്റൊരു അനുഭവം പകരുകയാണ് ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്രകളിലൂടെ ഉദ്ദേശിക്കുന്നത്. വിദേശ സഞ്ചാരികൾക്ക് പോലും KSRTC ഡബിൾ ഡെക്കറിലൂടെയുള്ള മൂന്നാർ യാത്ര പുതിയ അനുഭവമാകുമെന്നും മന്ത്രി KP ഗണേഷ് കുമാർ പറഞ്ഞു. പുതിയ സ്പോട്ടുകൾ രണ്ടിടത്തേക്കല്ലേ 3 സ്ഥലത്തേക്ക് പോകുന്നു. മറയൂർ, കാന്തല്ലൂർ, മാട്ടുപ്പെട്ടി ഡാം ടോപ്പ് സ്റ്റേഷനാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഒരു 4-5 സ്ഥലത്തേക്ക് കൂടി സമരക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട്, ജനാധിപത്യമാണ്, നമ്മൾ അവരുടെ ആവശ്യം പരിഗണിക്കാതെ ശരിയല്ല. ഒരു സമരത്തിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ KSRTCയിൽ ഒരുക്കുന്നില്ല എന്നുള്ള പരാതി പരിഗണിച്ചുകൊണ്ട് ഉടൻ തന്നെ ഒരു 4-5 ബസ്സുകൾ കൂടി ഷോർട്ട് ചേസ് ബസ്സുകൾ ഉടൻ തന്നെ KSRTC മൂന്നാറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ പറയുന്ന 4-5 സ്പോട്ടുകൾ അവരോട് ഇന്ന് തന്നെ അവർ കണ്ടെത്തും. ടൂറിസം KSRTCയിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഇരുന്ന് ചർച്ച ചെയ്തതിനു ശേഷം അവർ കണ്ടെത്തിക്കൊണ്ട് മൂന്നാറിൽ ഇവിടെ നിന്ന് ഈ ടൗണിൽ നിന്ന് യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല സ്പോട്ടുകളിലേക്ക് എത്താൻ കഴിയുന്ന കൃത്യസമയത്ത് ഓടുകയും വരികയും ചെയ്യുന്ന സംവിധാനം. കൃത്യസമയത്ത് അത് വളരെ പ്രധാനമാണ്. കേരളത്തിൽ ഇപ്പോൾ KSRTC മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം ക്യാൻസലേഷൻ പരമാവധി കുറയ്ക്കുക, കൃത്യസമയത്ത് വണ്ടി ഓടിക്കുക. അല്ലാത്ത വണ്ടി ഓടിക്കേണ്ട. നിങ്ങളുടെ എയർ കണ്ടീഷൻ ലോ ഫ്ലോർ ബസ്സുകളുണ്ട്. ഏതാണ്ട് 26 ബസ്സുകൾ എൻ്റെ നിർദ്ദേശപ്രകാരം ഷെഡിലേക്ക് പിടിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ വണ്ടി വഴി കിടക്കുന്നു പലപ്പോഴും. അതുകൊണ്ട് വണ്ടി ഫുള്ളായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയുടെ മേൽ 2-3 ലക്ഷം രൂപ ചെലവഴിച്ച് പുത്തൻ വണ്ടി പോലെ ആക്കിയിട്ട് ഓടിക്കാൻ പോകണം. അല്ലെങ്കിൽ വണ്ടി പുറപ്പെടുന്നു, വഴി കിടക്കുന്നു. അല്ലെങ്കിൽ രാവിലെ യാത്രക്കാർ വന്ന് കാത്തു നിൽക്കുന്നു, വണ്ടി വരാതിരിക്കുന്നു. അത്തരം പരിപാടികൾ ഇനി KSRTC അവസാനിക്കും. 1, 2, 3 മാസത്തിനുള്ളിൽ പരിപൂർണമായി ക്യാൻസലേഷൻ എന്ന പരിപാടി അവസാനിക്കുകയും KSRTC ലോക്കൽ ബസ്സുകളടക്കം 7:35 പോകുമെന്ന് പറഞ്ഞാൽ 7:35 പോകത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ KSRTC CMDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വലിയ വികസന പ്രവർത്തനങ്ങളാണ് KSRTCയിൽ നടപ്പിലാക്കുക. മൂന്നാറിൽ KSRTCയുടെ ഭൂമിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാൻ താൽപര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞു. മൂന്നാറിൽ നിന്നും വിവിധ വിനോദസഞ്ചാര സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾ ഓടിക്കും. ബസ്സുകൾ കൃത്യസമയത്ത് ഓടിക്കുകയും ക്യാൻസലേഷനുകൾ ഒഴിവാക്കുകയുമാണ് ലക്ഷ്യം. 506 പുതിയ റൂട്ടുകളാണ് ജനപ്രതിനിധികളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് സ്വകാര്യ സംരംഭകർക്ക് അപേക്ഷിക്കാം. സാമൂഹ്യ പ്രതിബദ്ധത KSRTC കൈവിടില്ല. 6 മാസത്തിനുള്ളിൽ KSRTCയെ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് A. രാജ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, KSRTC മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, ബഡ്ജറ്റ് ടൂറിസം സെൽ CTO R. ഉദയകുമാർ, സെൻട്രൽ സോൺ CTO TA ഉബൈദ്, മൂന്നാർ യൂണിറ്റ് ഓഫീസർ NP രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡബിൾ ഡെക്കർ ബസ് ആദ്യ യാത്ര നടത്തി. മൂന്നാറിലെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാറിനെതിരെ മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികളുടെ കരിങ്കൊടി പ്രതിഷേധം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഡബിൾ ഡെക്കർ ബസ് എത്തിക്കുന്നത് തങ്ങളുടെ തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സൂചിപ്പിച്ചായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം. പ്രതിഷേധത്തിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകി.
KSRTC മൂന്നാറിലെത്തിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു മുമ്പായിരുന്നു മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഉദ്ഘാടനത്തിനായി മന്ത്രി എത്തിയ സമയം ചടങ്ങ് നടക്കുന്ന KSRTC ഡിപ്പോയ്ക്ക് സമീപം പഴയ മൂന്നാറിൽ ദേശീയപാതയൊരുത്ത കരിങ്കൊടികളുമായി നിന്നായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകി. ഇന്ന് കരിങ്കൊടി കാണിക്കാൻ വന്നവരെ കണ്ടപ്പോൾ എനിക്കൊരു ആശയം മനസ്സിലിച്ചു. മൂന്നാറിന്റെ നന്മയ്ക്കുണ്ടുള്ള ആശയമാട്ടോ ഈ ആറ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെന്റർ പോയതുപോലെ. ആ ആശയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ ബസ് സ്റ്റേഷനിൽ നിന്നും സാധാരണക്കാർക്ക് ഒരു ചെറിയ തുകയ്ക്ക് മൂന്നാറിന്റെ എല്ലാ നല്ല ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ചെറിയ വണ്ടികൾ ഓടിച്ചുകൂടാ എന്ന് തോന്നുന്നു. KSRTC പുതിയ ചെറിയ വണ്ടികൾ വാങ്ങിക്കാം, വേണമെങ്കിൽ ഒരു 4-5 എണ്ണം ഇങ്ങോട്ട് വിടാം. കാരണം ഇവിടെ കിടക്കുന്ന ഈ ബസ് എല്ലാം നഷ്ടത്തിലാണ് ഓടുന്നത്. മൂന്നാർ ബസ് ഡിപ്പോ നിലനിൽക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടി വരുന്ന ദീർഘദൂര സർവീസുകൾ കൊണ്ട് മാത്രമാണ്. ഈ വണ്ടി അടക്കം പരിശോധിക്കാൻ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരോട് പറയാണ്. ഈ ഓടുന്ന ഊബർ വണ്ടികളും ഈ ഓട്ടോറിക്ഷകളും റോയൽ വ്യൂ എന്ന KSRTC ബസ്സും നികുതി അടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാം, പുക പരിശോധിക്കാം. ഇതെല്ലാം പരിശോധിച്ചാണ് കൊണ്ടുവന്നത്. പുക പരിശോധിച്ചു, ഇൻഷുറൻസ് എടുത്തു, ടാക്സ് അടച്ചു, എല്ലാം ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇതിനോടൊപ്പം ഓടുന്നവർക്കും ഇതെല്ലാം ഉണ്ടോ എന്ന് അടുത്ത ദിവസങ്ങളിൽ പരിശോധിച്ച് RTO റിപ്പോർട്ട് തരണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ RTOയോട് പറയാനുള്ളൂ. എല്ലാവരും റോഡിൽ ഓടുന്നവർ ടാക്സ് അടയ്ക്കണം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഡബിൾ ഡെക്കർ ബസ് എത്തിക്കുന്നത് തങ്ങളുടെ തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സൂചിപ്പിച്ചായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം. ജില്ലയ്ക്ക് ആശാവഹമായ നിരവധി പദ്ധതികളുള്ള ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മെഡിക്കൽ കോളേജിനെ തഴഞ്ഞുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. നിലവിൽ മെഡിക്കൽ കോളേജിൽ തുടർന്നു വരുന്ന നിർമ്മാണം തുടരും. കാത്ത് ലാബ് ആരംഭിക്കുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പോലുമുണ്ട്. ഇടുക്കി പാക്കേജിനും ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. ടൂറിസം പദ്ധതിക്ക് മുൻതൂക്കം നൽകി. ജില്ലയുടെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ബജറ്റാണെന്നും മന്ത്രി കാഞ്ചിയാറിൽ പറഞ്ഞു. മലയോര മേഖലയെ സംബന്ധിച്ചും ഇടുക്കിയെ സംബന്ധിച്ചും ആശാവകമായിട്ടുള്ള ധാരാളം പദ്ധതികളാണുള്ളത്. നിലവിലുള്ള ഒരു പദ്ധതികൾക്ക് തടസ്സമില്ല. എൻ്റെ ശ്രദ്ധയപ്പെട്ടൊരു വാർത്ത മെഡിക്കൽ കോളേജിനെ തഴഞ്ഞുവെന്നാണ്. മെഡിക്കൽ കോളേജിന് തുടർന്നു വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടരും. ആവശ്യമായ പണം സമയം പോലെ ലഭ്യമാക്കി കൊടുത്ത് പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നു എന്നുള്ളത് ആർക്കും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തിൽ കാണാൻ കഴിയും. കാത്ത് ലാബ് ആരംഭിക്കുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടുക്കി പാക്കേജ് പറയേണ്ടതില്ല. ഇടുക്കി പാക്കേജ് ഈ വർഷം 70 കോടിയുണ്ട്. നിലവിൽ പുതിയതായിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്ന കാര്യം മാത്രമേ ബജറ്റിലൂടെ പരാമർശിക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് ഇടുക്കി പാക്കേജിനുള്ള കാര്യമാകട്ടെ, കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളാകട്ടെ, അത്തരം കാര്യങ്ങളിലൊക്കെ ആശാവകമായി കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ ജനറലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. കൂടാതെ ഇടുക്കിക്ക് ടൂറിസം രംഗത്ത് വലിയൊരു മുന്നേറ്റത്തിന് സാധ്യത ഒതുങ്ങുന്ന വിധത്തിലുള്ള ധാരാളം പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മൂലമാറ്റത്ത് നാടുകാണിലേക്കുള്ള കേബിൾ കാർ പ്രോജക്റ്റ്. അതൊക്കെ വലിയ രീതിയിൽ നമുക്ക് ഇടുക്കി ഗുണം ചെയ്യുന്ന മറ്റ് പല മേഖലയിൽ നിന്ന് ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതിയാണ്. CSR ഫണ്ട് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അനന്തു കൃഷ്ണനുമായി തൊടുപുഴ മേഖലയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. മൂവാറ്റുപുഴ പോലീസാണ് അനന്തുവിനെ സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിച്ചത്. ഈരാറ്റുപേട്ട അനന്തുവിന്റെ സ്വന്തം നാടായ കുടയത്തൂർ കോളപ്ര 7-ാം മൈലിലെ വീട്, ഇതിന് സമീപമുള്ള ഓഫീസ്, മലങ്കര ജലാശയത്തോട് ചേർന്നും തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയോരത്ത് ശങ്കരപ്പിള്ളിയിലും വാങ്ങിയതും വാങ്ങാൻ അഡ്വാൻസ് നൽകിയതുമായ ഭൂമി എന്നിവയും അനന്തു പോലീസിന് കാണിച്ചു കൊടുത്തു. മൂവാറ്റുപുഴ പോലീസാണ് അനന്തുവിനെ തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിച്ചത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ആളുകൾ തെളിവെടുപ്പ് സമയം സ്ഥലത്തെത്തിയിരുന്നു. എങ്കിലും പ്രതികരണത്തിന് അനന്തു തയ്യാറായില്ല. എന്തെങ്കിലും പറയണ്ടായിരുന്നു? അതേസമയം തട്ടിപ്പ് പുറത്തായതോടെ ജില്ലയുടെ വിവിധ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നിരവധി പരാതികളാണ് അനന്തുവിനെതിരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ പരാതികൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അനന്തുവിനെയും കൊണ്ട് പോലീസ് മൂവാറ്റുപുഴയിലേക്ക് മടങ്ങി. മറയൂർ വട്ടവട മേഖലകളിൽ വെളുത്തുള്ളി വിളവെടുപ്പ് ആരംഭിക്കാനിരിക്കെ വെളുത്തുള്ളിയുടെ വില ഇടിയുന്നു. നിലവിൽ 250-നടുത്താണ് വെളുത്തുള്ളി വില. മുൻ വർഷങ്ങളിൽ 600-നടുത്തെത്തിയ വെളുത്തുള്ളി വിലയാണിപ്പോൾ 250-ലേക്ക് കൂപ്പുകുത്തിയത്. ഗുണമേന്മയിൽ മുമ്പന്തിയിലാണ് മറയൂർ വട്ടവട മേഖലകളിലെ വെളുത്തുള്ളിക്ക് ആവശ്യക്കാരും ധാരാളമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കൃഷി ഇറക്കിയ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു.
വിളവെടുപ്പിന് തുടക്കം കുറിച്ചെങ്കിലും വെളുത്തുള്ളിയുടെ വില ഇടിയുന്ന സ്ഥിതിയുണ്ടെന്ന് കർഷകർ പറയുന്നു. നിലവിൽ 250-നടുത്താണ് വെളുത്തുള്ളി വില. വെളുത്തുള്ളി നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ നട്ടിട്ടൊരു 2-2.5-3 മാസം എടുക്കാറായി. വെളുത്തുള്ളിയിൽ നമുക്ക് മല വെളുത്തുള്ളിയുണ്ട്, സിംഗപ്പൂർ വെളുത്തുള്ളിയുണ്ട്, സാധാരണ വെളുത്തുള്ളിയുണ്ട്. സാധാരണ വെളുത്തുള്ളി 90 ദിവസം 110 ദിവസം എടുക്കാം. മല വെളുത്തുള്ളി പറഞ്ഞാൽ ഒരു 4.5 മാസം വേണം. സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു 3.5-4 മാസം വേണം. ഇപ്പോൾ ആദ്യം എടുക്കുന്നത് നമ്മുടെ ഇവിടെ സാധാരണ ലോക്കൽ വെളുത്തുള്ളിയാണ്. അത് നമുക്ക് സീസൺ വിത്ത് മേടിച്ചപ്പോൾ 300-350 വില ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ 200-250 വില ഉള്ളൂ. ഒത്തിരി ആവശ്യക്കാർ വരുന്നുണ്ട്, എടുത്തുകൊണ്ടിരിക്കുവാണ്. മല വെളുത്തുള്ളി എടുക്കാൻ ഇനി ഒരു 1.5 മാസക്കാലം പിടിക്കും. വിവിധ ഇനം വെളുത്തുള്ളികൾ കർഷകർ കാന്തല്ലൂർ മേഖലയിൽ കൃഷി ചെയ്തു പോരുന്നുണ്ട്. ഓരോ ഇനവും മൂപ്പെത്തി പാകമാകാൻ വേണ്ടിവരുന്ന സമയ കാലാവധി വ്യത്യസ്തമാണ്. മുൻ വർഷങ്ങളിൽ 600-നടുത്തെത്തിയ വെളുത്തുള്ളി വിലയാണിപ്പോൾ 250-ലേക്ക് കൂപ്പുകുത്തിയത്. കഴിഞ്ഞ വർഷം 400-നടുത്തായിരുന്നു വെളുത്തുള്ളി വില. 300 രൂപ നൽകി വിത്ത് വാങ്ങിയാണ് നിലവിലിപ്പോൾ പല കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്. വിത്തിന്റെ വിലയും പരിപാലന ചിലവും നോക്കിയാൽ നിലവിലെ വെളുത്തുള്ളി വില കർഷകർക്ക് ലാഭം നൽകുന്നതല്ല. മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. രാജമലയ്ക്ക് സമീപം 8-ാം മൈലിൽ കാട്ടുകൊമ്പൻ വാഹനം ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. വാഹനത്തിലുണ്ടായിരുന്നവർ ബഹളം വച്ചതോടെ പടയപ്പ വാഹനത്തിന്റെ മുമ്പിൽ നിന്നും പിൻവാങ്ങി. സിനിമ ചിത്രീകരണത്തിനെത്തിയ ടെമ്പോ ട്രാവലറിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പടയപ്പയുടെ ആക്രമണമുണ്ടായത്. മൂന്നാർ മറയൂർ റോഡിൽ രാജമലയ്ക്ക് സമീപം 8-ാം മൈലിൽ വെച്ചാണ് കാട്ടുകൊമ്പൻ വാഹനം ആക്രമിച്ചത്. വാഹനത്തിലുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ പടയപ്പ വാഹനത്തിന്റെ മുമ്പിൽ നിന്നും പിൻവാങ്ങി. ഞാൻ ആന കണ്ടപ്പോൾ അവിടെ നിർത്തി വണ്ടി. അപ്പോൾ ബാക്കിലൊരു കാറുണ്ടായിരുന്നു. റിവേഴ്സ് എടുക്കാൻ പറഞ്ഞപ്പോൾ പോയില്ല. അപ്പോൾ അതിങ്ങനെ നടന്ന് വന്നു പതുക്കെ വണ്ടിയുടെ മുമ്പിലേക്ക്. അപ്പോൾ കൊമ്പ് എടുത്തിട്ട് നേരെ ടോപ്പിൽ അതിന് മുട്ടിയപ്പോൾ നേരെ എൻ്റെ തലയിൽ കൊണ്ടു. അത് ജാമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ചാടി ബാക്കിലേക്ക് പോയി. കാറ് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാർ എടുത്തിട്ട് റിവേഴ്സ് എടുത്തിട്ട് പോയത് ബാക്കിലേക്ക്. ഫാമിലി ഭാര്യയും ഭർത്താവായിരുന്നു. അവര് ഓടിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പം ഞാനാണ് ആ കാർ എടുത്തിട്ട് ബാക്കിലേക്ക് എടുത്തിട്ട് പോയി വണ്ടി അങ്ങോട്ട് ബാക്കിലേക്ക് ഇട്ടത് ഒരുപാട്. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പിന്നെ ആന താഴത്തേക്ക് ഇറങ്ങിയ ശേഷമാണ് ഞാൻ പിന്നെ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് റിവേഴ്സ് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തത് റോട്ടിലേക്ക്. ആക്രമണത്തിൽ വാഹനത്തിന് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടയപ്പയെ തുരത്തി. പടയപ്പ മതപ്പാടിലാണെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. ആനയെ നിരീക്ഷിക്കുന്നുണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മതപ്പാടിന്റെ കാലയളവിൽ പടയപ്പ വലിയ തോതിൽ പരാക്രമം നടത്തിയിരുന്നു. മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചമ്പക്കാട് സ്വദേശി വിമലിന്റെ കുടുംബത്തിന് വനംവകുപ്പ് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറി. 5 ലക്ഷം രൂപയ്ക്കൊപ്പം സമാശ്വാസ ധനമായ 1.5 ലക്ഷം രൂപയും കുടുംബത്തിന് നൽകി. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു മറയൂർ ചമ്പക്കാട് സ്വദേശിയായ വിമലൻ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചുണ്ടായ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഫയർലൈൻ തെളിയിക്കുന്ന ജോലികൾക്കായി പോകുന്നതിനിടയിൽ വിമലനടങ്ങുന്ന സംഘത്തെ അപ്രതീക്ഷിതമായി കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വിമലന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് വനംവകുപ്പ് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറിയത്. 5 ലക്ഷം രൂപയ്ക്കൊപ്പം സമാശ്വാസ ധനമായ 1.5 ലക്ഷം രൂപയും കുടുംബത്തിന് കൈമാറിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വനംവകുപ്പ് ഭാഗത്തു നിന്നുള്ള ധനസഹായമായ 10 ലക്ഷം രൂപ കോമ്പൻസേഷനാണ്. അതിൻ്റെ 5 ലക്ഷം രൂപ ആദ്യ ഗഡു നൽകി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട MLA ആണ് നൽകിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം EDC മെമ്പറായതുകൊണ്ട് സമാശ്വാസ ധനമെന്ന നിലയിൽ 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതും ബഹുമാനപ്പെട്ട MLA നൽകി കഴിഞ്ഞു. ബാക്കിയുള്ള 5 ലക്ഷം രൂപയും അതോടൊപ്പം ഇൻഷുറൻസിൻ്റെ 1 ലക്ഷം രൂപയും അവർക്ക് സമയബന്ധമായി നൽകുന്നതാണ്. അതിനുവേണ്ടി അവർ ലീഗൽ ഹെയർഷിപ്പ് തുടങ്ങിയ രേഖകൾ ഹാജരാക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അത് നൽകുന്നതായിരിക്കും. കൂടാതെ നിലവിൽ EDC വാച്ചറായിട്ടാണ് മരിച്ച വിമലൻ്റെ മകൻ ബിനു വർക്ക് ചെയ്യുന്നത്. സ്ഥിരം വാച്ചറായിട്ട് നിർത്തണമെങ്കിൽ അതിന് ഗവൺമെൻറ് ഡിസിഷൻ വേണം. അതിനുള്ള കാര്യങ്ങൾ മേൽഘടകത്തിലേക്ക് ധരിപ്പിക്കുന്നതായിരിക്കും. മരിച്ച വിമലിന്റെ മകനെ സ്ഥിരം വാച്ചറായി നിയമിക്കുന്നതിന് വേണ്ടുന്ന തുടർ ഇടപെടലുകൾ നടത്തുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ ബിനുവിനെ നിലവിൽ ഇവിടുത്തെ വാച്ചറാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പെർമനൻറ്റ് വാച്ചറാക്കി നിയമിക്കണമെന്നാണ് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അത് ഫോറസ്റ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് ചെയ്യാവുന്നതാണ്. വനംവകുപ്പിന്റെ സാമ്പത്തിക സഹായത്തിൽ ശേഷിക്കുന്ന 5 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായ 1 ലക്ഷം രൂപയും പിന്നാലെ നൽകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലുള്ള 11 കുടികൾക്ക് ചുറ്റും ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായും വനംവകുപ്പ് അറിയിച്ചു.
CPI പെരിയാർ തീരദേശവാസികളെ കുടിയിറക്കാൻ നീക്കം നടത്തുന്നു എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടക്കുന്നതായി പാർട്ടി കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി. ഇത് അടിസ്ഥാനരഹിതമാണ്. ഈ പ്രദേശങ്ങളിലുള്ളവരെ കുടിയിറക്കുമെന്ന് കാട്ടി റവന്യൂ അധികൃതരോ സർക്കാരോ ആർക്കും നോട്ടീസ് നൽകിയിട്ടില്ല. വ്യാജ പ്രചരണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായും VR ശശി പറഞ്ഞു. 100 വർഷങ്ങൾക്കപ്പുറം ഇന്നിവിടെ താമസിക്കുന്നവരുടെ പൂർവികർ കുടിയേറി അവരുടെ മക്കളും മക്കളുമായി താമസിച്ചു വരുന്ന ചാന്തിപ്പാലം മുതൽ ഈ പറയുന്ന പരപ്പൂരെയുള്ള പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഇന്നിവിടെ ഉള്ളത്. കാരണം ഇത് കയ്യേറ്റമല്ല, ഇത് കുടിയേറ്റമാണ്. 100 വർഷങ്ങൾക്കപ്പുറമുള്ള കുടിയേറ്റമാണ്. അപ്പോൾ അതിനകത്ത് പട്ടയമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള നൂറുകണക്കിന് ആളുകളുണ്ട്. ഇവിടെ കുടിയിറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിൽ നിന്ന് നോട്ടീസ് കൊടുത്തുവെന്ന് ഒരു വ്യാജ പ്രചരണം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതായി കേൾക്കാനിടയായി. ഒരു കാരണവശാലും ഇത് അടിസ്ഥാനരഹിതമാണ്. റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ റവന്യൂ വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരാണ് ഞങ്ങൾ. കേരളത്തിൽ എല്ലാ പ്രദേശത്തും പുഴകളും അതുപോലെ തന്നെ അവിടെയെല്ലാം താമസക്കാരും ഒക്കെ ഉണ്ട്. അത്തരം ഒരു പ്രദേശമൊന്നും മാത്രമേ ഉള്ളൂ ഈ ശാന്തിപ്പാലം മുതൽ പരപ്പ് വരെയുള്ള പ്രദേശം. നമുക്ക് തന്നെ അറിയാം, പെരിയാറിൻ്റെ തീരം, പെരിയാറിൻ്റെ ഉത്ഭവം മുതൽ പെരിയാറിൻ്റെ അവസാനം വരെയുള്ള പ്രദേശം എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി. എത്രയോ ആളുകൾ, 10,000-കണക്കിന് ആളുകളാണ് തീരദേശ പ്രദേശവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ പുഴയുടെ ഭാഗമായി വീട് വെച്ച് താമസിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ മണിമന്ദിരങ്ങളും വലിയ സ്ഥാപനങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള നടപടി നീങ്ങിയിട്ടില്ല. ഓട്ടോറിക്ഷയും ബൈക്കും മോഷ്ടിച്ച കേസിൽ 2 പേരെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. വാളാടി മേപ്പുരട്ട് സ്വദേശി സെൽവകുമാറിന്റെ ഓട്ടോറിക്ഷയാണ് പ്രതികൾ മോഷ്ടിച്ചത്. വാളാടി മേൽപ്പുരട്ട് സ്വദേശികളാണ് മോഷണത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ SI TS ജയകൃഷ്ണനും സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. സംഘത്തിൽ ഉൾപ്പെട്ട തമിഴ്നാട് സ്വദേശിക്കായി പോലീസ് തിരച്ചിൽ നടത്തിവരികയാണ്. ജനുവരി 9-നാണ് വാളാടി മേപ്പുരട്ട് സ്വദേശിയായ സെൽവകുമാറിന്റെ ഓട്ടോറിക്ഷ മോഷണം പോയത്. സെൽവകുമാറിന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് പ്രതികളിലേക്ക് അന്വേഷണം എത്തിയത്. ഇതിനിടയിൽ വെള്ളാരംകുന്ന് ഭാഗത്തു നിന്ന് ഒരു ബൈക്കും ഇവർ അപഹരിച്ചിരുന്നു. പ്രതികളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ 360° മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ വാർഡുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. കീമോതെറാപ്പി യൂണിറ്റ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ സാർവത്രികമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ രോഗം പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്ററിന്റെ ലക്ഷ്യം. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഹെൽത്ത് ഗ്രാന്റായ 45 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ 360° മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ആരോഗ്യ പരിപാലന രംഗത്തുണ്ടാകേണ്ട മാറ്റം. അതിൽ നമുക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. നമ്മുടെ ജില്ലയിൽ നിലവിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകളും CHSCകളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജുമെല്ലാം അത്തരത്തിൽ ഉയർന്ന് ചിന്തിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ തുടരുന്നുണ്ട്. എന്നാൽ പോരായ്മകളുമുണ്ട്. പ്രാഥമികാരോഗ്യ രംഗം നല്ല നിലയിൽ പോകുന്നൊരു സംസ്ഥാനമാണ് കേരളം. അത് നമ്മുടെ കണക്കല്ല. ആരോഗ്യ മന്ത്രാലയം, കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പരാമർശനങ്ങളിലും അത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. എന്നാൽ വർദ്ധിച്ചു വരുന്ന ഒട്ടേറെ പ്രത്യേകതയുള്ള ജീവിതശൈലി രോഗം ഒരു പ്രധാനപ്പെട്ട ഘടകമായി കാണുമ്പോഴും ഇതിര ഡിസീസിന് ആവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാനുള്ള ശ്രമങ്ങളിലും കുറേ കൂടി നമുക്ക് ഉയർന്നു വരണം. അതിനാവശ്യം വേണ്ടത് സ്റ്റാഫ് പാറ്റേണാണ്. താലൂക്ക് ആശുപത്രിയിലും നമുക്ക് ജീവനക്കാരുടെ അഭാവമുണ്ടെന്ന് നല്ലവണ്ണം അറിയാം. ഗവൺമെൻറ് സെക്ടറിലെ ഡോക്ടർമാരുടെ കുറവുണ്ട്. അത് പരിഹരിക്കലാണ് ഏറ്റവും ആവശ്യം. ജീവിതശൈലി രോഗപരിശോധനകളെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച സൗകര്യമുള്ള പുതിയ വാർഡുകൾ ഇടുക്കി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വാർഡുകളുടെ ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരും വാർഡ് ശ്രദ്ധിച്ചു. അത്യാധുനിക സൗകര്യത്തോടു കൂടി നമുക്ക് ഏറ്റവും നല്ല ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന വാർഡിലെ സൗകര്യമാണ് ഇവിടുത്തെ വാർഡുകളിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. അതിൻ്റെ വൃത്തി, അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു എല്ലാ തരത്തിലും നമുക്ക് നല്ല നിലയിൽ അത് പരിപാലിക്കണം എന്നുള്ളത് കൂടി ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ്. കാരണം അത് ഒരു സർക്കാർ ആശുപത്രിയുടെ ഒരു സാധാരണ വാർഡായി പോകാതെ നമുക്കതൊരു അഭിമാനിക്കത്തക്ക തരത്തിൽ തന്നെ ഇന്ന് കാണുന്ന ആ രീതിയിൽ തന്നെ അത് പരിപാലിക്കാനും കൂടിയുള്ള ഒരു
രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. ക്യാൻസർ രോഗികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന കീമോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. പൊതുസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി MR പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, മറ്റ് കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി വികസന സമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ ക്യാമ്പ് ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ സാധാരണ ജനങ്ങളിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെറുതോണി ടൗൺ ഹാൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് പതാക ഉയർത്തി. സംസ്ഥാന ബജറ്റിൽ ഇടുക്കി ജില്ലയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച ബജറ്റിന്റെ കോപ്പികൾ കത്തിച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന ജില്ലാ ക്യാമ്പിൽ MJ ജേക്കബ് അധ്യക്ഷനായിരുന്നു. പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ സാധാരണ ജനങ്ങളിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് PJ ജോസഫ് പറഞ്ഞു. ഇന്നത്തെ ബഡ്ജറ്റിനെ പറ്റി എന്താണ് പൊള്ളയായൊരു ബഡ്ജറ്റ്, ആ ഒരു എല്ലാ വരുമാനവും കുറഞ്ഞിരിക്കുന്ന ചെറുകിട കർഷകരുടെ പേരിൽ ഒരു വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്നു. ഭൂനികുതി 50% ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ വികസന പ്രവർത്തനങ്ങളില്ല. ഇടുക്കിക്ക് വേണ്ടി ഒന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇടുക്കി പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ആദ്യം 15,000 കോടി പ്രഖ്യാപിച്ചു. പിന്നെ എല്ലാ വർഷവും 75 കോടി വെച്ചുണ്ടായിരുന്നു. മുൻ MP ജോയി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLAയും പാർട്ടി ഡെപ്യൂട്ടി ചെയർമാനുമായ തോമസ് ഉണ്ണിയാടൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ്, ഷീല സ്റ്റീഫൻ, ആന്റണി ആലഞ്ചേരി, തോമസ് പെരുമന, വർഗീസ് വെട്ടിയാങ്കൽ, നോബിൾ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗോത്രവർദ്ധൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ ശശികുമാർ PS പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 38ഓളം വരുന്ന ഗോത്രവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും പരിഹാരമാകാത്ത പ്രശ്നങ്ങൾക്ക് നിയമപരമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൊടുപുഴ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ഗോത്രവർദ്ധൻ 2025 പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ ശശികുമാർ PS പരിപാടി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഒരു പട്ടണ ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ഉന്നമനത്തിന് ഒരു കാര്യം മുൻകൂട്ടി പറയട്ടെ, നമ്മൾ ഇത് ആർക്കും കാശ് കിട്ടും എന്ന് പ്രതീക്ഷ വേണ്ട. മറ്റു പലരും ഈ ഒരു ജനവിഭാഗത്തിന് വേണ്ടി അവരെ ഉന്നമനത്തിന്റെ പേര് പറഞ്ഞ് പലതരത്തിലും എങ്ങനെ നിങ്ങളിൽ നിന്നും പിടുങ്ങാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നിയമപരമായ എന്തൊക്കെ സഹായങ്ങൾ, നിയമപരമായ എന്തൊക്കെ സേവനങ്ങൾ, നിയമപരമായ ഏതൊക്കെ സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാൻ പറ്റുമോ അതിനൊക്കെ യാതൊരു തടസ്സവും കൂടാതെ, അതിനൊക്കെ ഏത് തരത്തിലുള്ള സഹായ സഹകരണങ്ങൾക്കും ഞങ്ങൾ എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാരും അവരെ സഹായിക്കുന്നതിന് വേണ്ടി പാരാലീഗൽ വോളണ്ടിയേഴ്സും അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിലുള്ള ആൾക്കാരും ഒക്കെ തന്നെ സദാ സന്നദ്ധരാണ്. പരിപാടിയിൽ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ വിശിഷ്ട അതിഥിയായിരുന്നു. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി അരവിന്ദ് B ഇടയോടി അധ്യക്ഷനായിരുന്നു. ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ശ്രീകാന്ത് S, തൊടുപുഴ ഫാമിലി കോടതി ജഡ്ജ് ജോഷി ജോൺ, ഉടുമ്പൻചോല ഫാമിലി കോടതി ജഡ്ജ് അനിൽകുമാർ SK, പ്രൊജക്ട് ഡയറക്ടർ അനിൽകുമാർ G, സ്കൂൾ മാസ്റ്റർ മുനിസ്വാമി, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്പെഷ്യൽ അദാലത്തും നടന്നു. വണ്ടിപ്പെരിയാറിൽ കാൽനട യാത്രികനെ ഇടിച്ചുട്ട ശേഷം സ്കൂട്ടർ നിർത്താതെ പോയതായി പരാതി. പെരിയാർ എസ്റ്റേറ്റ് ജീവനക്കാരൻ S പാൽമുരുകനാണ് അപകടത്തിൽ പരിക്കേറ്റത്. നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് വണ്ടിപ്പെരിയാർ
പെരിയാർ എസ്റ്റേറ്റ് ജീവനക്കാരനായ എസ് പാൽമുരുകനെ കക്കിക്കവലിയിൽ വെച്ച സ്കൂട്ടർ ഇടിച്ചുട്ടത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ പാൽമുരുകന്റെ തലയ്ക്ക് പരിക്കേറ്റു. തുടർന്ന് നാട്ടുകാർ ഇദ്ദേഹത്തെ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വണ്ടി കയറി വന്ന് ഒരു 2 വീലർ എന്തുമാത്രം ഇടിച്ച് ഒത്തിരി ഇഞ്ചുറി ആയി. ആ മനുഷ്യൻ ശരി താഴെ വീണു. അതിനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനോ ഇല്ല എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യാനോ അവർക്ക് അത്രയും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി സങ്കടമുള്ള കാര്യമാണ്. കാരണം ഒരു വേറെ ജന്തുക്കൾ ഏതായെങ്കിലും ഒന്ന് ആക്സിഡൻ്റ് ആയി ഒന്ന് തിരിഞ്ഞു പോലും നോക്കും. ഈ തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്നത് വളരെ ഒരു സങ്കടകരமான ഒരു കാര്യമാണ്. മുൻപ് സ്ട്രോക്ക് വന്നതുമൂലം പാൽമുരുകന്റെ കാലിന് അല്പം സ്വാധീനക്കുറവുണ്ട്. പരിക്ക് ഗുരുതരമായതിനാൽ നീണ്ട വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളികളായ ഈ കുടുംബത്തിന്റെ ജീവിതമാർഗവും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായി അന്വേഷണം ആരംഭിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തങ്കമണി സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്നേഹതീരം 2025 എന്ന പേരിൽ നടത്തിയ പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നിത്യരോഗികളായി ചികിത്സയിൽ കഴിയുന്നവരും കിടപ്പിലായവരുമായ സമൂഹത്തിന്റെ പരിഗണനയും കാരുണ്യവും അർഹിക്കുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്ഥിരമായി ഡയാലിസിസ് വിധേയരാകുന്നവർ, ക്യാൻസർ ബാധിതരായി ചികിത്സയിലുള്ളവർ, കോമ സ്റ്റേജിൽ കഴിയുന്നവർ, പക്ഷാഘാതം, പ്രായാധിക്യം മൂലം കഷ്ടപ്പെടുന്നവർ ഉൾപ്പെടെയുള്ളവരെ വർഷങ്ങളായി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹോം കെയർ സഹായ ഉപകരണങ്ങൾ, മെഡിക്കൽ സേവനങ്ങൾ എന്നിവ നൽകി വരുന്നുണ്ട്. പാലിയേറ്റീവ് രോഗികളുടെയും അവരെ പരിചരിക്കുന്നവരുടെയും ഈ വർഷത്തെ കുടുംബസംഗമമാണ് സ്നേഹതീരം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർനാക്കുന്നയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണവും, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ക്യാൻസർ രോഗികൾക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണവും, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ പാലിയേറ്റീവ് നഴ്സുമാരെ ആദരിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, തങ്കമണി സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജോസ് മാറാട്ടിൽ, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി അധ്യാപിക ലിൻസി ജോർജ് ഒരുക്കിയ 2 വീടുകളുടെ താക്കോൽ കൈമാറി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വീടുകളുടെ താക്കോൽ ദാന ചടങ്ങ് നിർവഹിച്ചു. ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയപ്പോഴാണ് ലിൻസി ടീച്ചർ തന്റെ വിദ്യാർത്ഥികളുടെ അവസ്ഥ മനസ്സിലാക്കിയത്. മറ്റപ്പള്ളി ഭാഗത്തുള്ള 2 വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് മേൽക്കൂര കൊണ്ട് നിർമ്മിച്ച നനഞ്ഞൊലിക്കുന്ന കുടിലിലാണ് താമസിച്ചിരുന്നത്. പഠനത്തിൽ മികവ് പുലർത്തുന്ന ഇവർക്ക് ഒരു വീടെന്ന സ്വപ്നം സുമനസ്സുകളുടെ സഹായത്താൽ സാധിച്ചു കൊടുക്കാൻ ലിൻസി ടീച്ചർ മുന്നിട്ടിറങ്ങുകയായിരുന്നു. റിയാദിൽ ജോലിക്കാരായ പെരുമ്പടവം സ്വദേശികളായ പുത്തേർക്കുടിലിൽ ബിജുവും ഭാര്യ സാലിയും വീട് പണിക്ക് വേണ്ട സഹായങ്ങൾ നൽകിയതോടെ 2 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം പൂവണിഞ്ഞു. വീടുകളുടെ താക്കോൽ ദാനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഒരു കുടുംബത്തിന് തലചായ്ക്കാൻ ഇടം കൊടുക്കുക, ഒരു വീടെന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കുടുംബത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ്. ധാരാളം പദ്ധതികളിലൂടെ ധാരാളം വീടുകൾ ഈ കഴിഞ്ഞ 6-8 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ കൊടുക്കാൻ കഴിഞ്ഞു. നിയമപരമായ ചില കുരുക്കുകൾ കൊണ്ട് മാത്രം സാധിക്കാതെ വരുമ്പോൾ അവരും അനാഥരാകുന്നു, വീടില്ലാത്തവരായി മാറുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ലിൻസി ടീച്ചറിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ കുറെ കൂടി സാധ്യതയുണ്ടായി. ആ കുടുംബത്തിന് മറ്റ് പലതരത്തിലും പല സ്വാധീന മേഖലയിലും ടീച്ചറിൻ്റെ ശക്തി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ പണം കണ്ടെത്തി മനോഹരമായ 2 വീടുകളാണ് പണി പൂർത്തീകരിച്ചത്.
കട്ടപ്പന SMYM പ്രവർത്തകരും JPM കോളേജിലെ NSS വോളണ്ടിയേഴ്സും മുരിക്കാട്ടുകുടി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം പ്രവർത്തകരും ഒത്തുകൂടിയപ്പോൾ വീട് നിർമ്മാണം വേഗത്തിലായി. എനിക്ക് താങ്ങായിട്ട് എന്നും റോഷി സാറും അതുപോലെ തന്നെ പഞ്ചായത്തും എൻ്റെ സ്കൂളും എല്ലാം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇനിയും ദൈവം ആയുസ്സും ആരോഗ്യവും തരുവാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ഞാൻ നിങ്ങളോടൊപ്പം കാണും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ജോമോൻ പുടിപാറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, ജോമോൻ തെക്കേൽ, ലിനു ജോസ്, റോയി എവറസ്റ്റ്, സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ S മുനിസ്വാമി, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, ജയ്മോൻ കുഴിമല തുടങ്ങിയവർ സംസാരിച്ചു. വാഹന കാൽനട യാത്ര ദുരിതമായി ITA പടി കഞ്ഞിക്കുഴി സെന്റ് മേരീസ് സ്കൂൾ പടി റോഡ്. കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡ് ജനപ്രതിനിധികളുടെ അനാസ്ഥ മൂലമാണ് തകർന്നു കിടക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ITA പടി കഞ്ഞിക്കുഴി സെന്റ് മേരീസ് സ്കൂൾ പടി റോഡിലാണ് വാഹന കാൽനട യാത്ര ദുരിതം സൃഷ്ടിക്കുന്നത്. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ, മൃഗാശുപത്രി, സെന്റ് മേരീസ് UP സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ പറ്റുന്ന റോഡ് കൂടിയാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾ കടന്നുവരാതായതോടെ കിലോമീറ്ററുകൾ ചുറ്റി കഞ്ഞിക്കുഴി ടൗണിലെത്തി വേണം തള്ളക്കാനം, നാലുകമ്പി, കുഴിസിറ്റി നിവാസികൾക്ക് പോലീസ് സ്റ്റേഷൻ, മൃഗാശുപത്രി എന്നിവിടങ്ങളിൽ എത്തുവാൻ. ITA പടി സെന്റ് മേരീസ് സ്കൂൾ പടി റോഡാണിത്. ഇത് കഞ്ഞിക്കുഴിയുടെ കുടിയേറ്റ കാലത്തോടും പഴക്കമുള്ള റോഡാണ്. ഈ റോഡ് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇത് കഞ്ഞിക്കുഴിയിലെ 10ാം വാർഡിൽ ഉൾപ്പെട്ട റോഡാണ്. വാർഡ് മെമ്പർ, പഞ്ചായത്ത് ഭരണസമിതി ഈ റോഡിൻ്റെ കാര്യത്തിൽ യാതൊരു കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. ഇതുവഴി നിരവധി സ്കൂൾ ബസ്സുകൾ സെൻറ്റ് മേരീസ് LPS, സെൻറ്റ് മേരീസ് UPS, SN ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, SN UPS ഇങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, മൃഗാശുപത്രി, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ വഴി യാത്രാഗതാഗതം ബുദ്ധിമുട്ടായതുകൊണ്ട് കിലോമീറ്ററുകൾ, ഒരു 3 കിലോമീറ്റർ അധികം ചുറ്റി വളച്ച് വേണം ഈ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്കും മറ്റാവശ്യങ്ങൾക്ക് വരുന്നവർക്കും എത്താൻ. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും സ്കൂൾ വാഹനങ്ങളും കടന്നുപോയിരുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അടിമാലി മില്ലുംപടി ദീപം കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. പൊന്മണി H4 ഇനങ്ങളിൽപ്പെട്ട നെല്ലായിരുന്നു കർഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ഇറക്കിയിരുന്നത്. കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. അടിമാലി മില്ലുംപടിയിൽ ദീപം കൃഷിക്കൂട്ടത്തിന്റെ കീഴിലുള്ള കർഷകരുടെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷി ഇറക്കിയിരുന്നത്. കൃഷി ഇറക്കിയ നെല്ല് മൂപ്പത്തി പാകമായതോടെ കർഷകർ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിദീപം എന്ന കൂട്ടായ്മ 5 ഏക്കറോളം നെൽകൃഷിയാണെന്ന് അവിടെ അവർ ചെയ്തിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എന്തായാലും കാർഷിക മേഖലയിലെ മുൻതൂക്കം നൽകിക്കൊണ്ട് പഞ്ചായത്ത് എന്നും മുമ്പോട്ട് പോകുന്നതാണ്. പൊന്മണി H4 ഇനങ്ങളിൽപ്പെട്ട നെല്ലായിരുന്നു കർഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ഇറക്കിയിരുന്നത്. ഇതിൽ H4 ഇനത്തിൽപ്പെട്ട നെൽച്ചെടികളുടെ വിളവെടുപ്പാണ് നടന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12, 13 വാർഡുകളിൽ ഉൾപ്പെടുന്ന 5 ഏക്കറിലധികം സ്ഥലത്ത് കർഷകർ കൃഷി ഇറക്കിയിട്ടുണ്ട്. നെൽകൃഷിക്ക് പുറമെ കപ്പ, വാഴ തുടങ്ങിയ ഇതര കൃഷികളും കർഷകരിവിടെ നടത്തിയിട്ടുണ്ട്. അടിമാലി കൃഷിഭവന് കീഴിൽ ഏകദേശം 58 കൃഷിഭവനുകളാണുള്ളത്. അതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കൃഷിക്കൂട്ടങ്ങളിലൊന്നാണിത്. H4 പൊന്മണി എന്ന നെല്ലുകളാണ് ഇവിടെ വിളവിറക്കിയിരിക്കുന്നത്. 5 ഏക്കറാണ് കൃഷിയുള്ളത്. അതോടൊപ്പം പച്ചക്കറി, വാഴ എന്നിവയുണ്ട്. അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ കൃഷിഭവനും കൂടി ചേർന്ന എല്ലാ വാർഡുകളിലും കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വ്യാപകമായി കൃഷി ഇറക്കിയിട്ടുണ്ട്. ഏത്തവാഴ, പച്ചക്കറി അങ്ങനെയുള്ള വിവിധ കൃഷി രീതികളുണ്ട്. ചെറുധാന്യങ്ങളുടെ കൃഷിയുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കൃഷിക്കൂട്ടങ്ങളെ വെച്ച് കൃഷി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് കൃഷിഭവന്റെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നു. വിളവെടുത്ത നെല്ല് പ്രാദേശികമായി വിറ്റഴിക്കാനാണ് കർഷകരുടെ ശ്രമം. വിളവെടുപ്പ് ഉത്സവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാജു, കൃഷി ഓഫീസർ CG അനിൽ, കർഷകർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം മാതൃകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാഞ്ചിയാർ നരിമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ 70ാമത് വാർഷികാഘോഷവും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളടക്കം ഇവിടേക്ക് ആകർഷിക്കാൻ ഇനി വരുന്ന നാളുകൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹൈറേഞ്ചിന്റെ കുടിയേറ്റ നാളുകളുടെ അവസാനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായിട്ടാണ് മന്നം മെമ്മോറിയൽ സ്കൂൾ ആരംഭിച്ചത്.
1955 വണ്ടങ്കൽ ഭാസ്കരക്കുറുപ്പിന്റെ ഉടമസ്ഥതയിലാണ് നരിയമ്പാറയിൽ LP തലത്തിൽ സ്കൂളിന്റെ തുടക്കം. പിന്നീടുള്ള നാളുകളിൽ UP, ഹൈസ്കൂൾ എന്നീ നേട്ടങ്ങൾ കൈവരിച്ചു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയത്തിന്റെ പ്രവർത്തനം. സ്കൂളിന്റെ 70ാമത് വാർഷികവും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനവുമാണ് സ്കൂളിൽ നടന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ലോകത്താകമാനം മാതൃകയാവുകയാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ മികവുകൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു കുട്ടി എന്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ കുട്ടി തന്നെയാണ്. എന്ത് പഠിപ്പിക്കണം അത് രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട ഘട്ടം കടന്നു. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഴയ +2 തുടങ്ങുന്ന ഒരു പ്രീ-ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ രക്ഷിതാക്കൾ എവിടെയെല്ലാം ഓടുകയും പരിമിതമായ സീറ്റുകൾ അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ നമ്മൾ കണ്ടുപോകുന്നു. ഇന്നെന്താ പ്രശ്നം? കുട്ടികളെ സെലക്ട് ചെയ്യും. +2 കഴിയും, ഹയർ എഡ്യൂക്കേഷനിലേക്ക് എവിടെ പോകണം? ലണ്ടനിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം. രക്ഷിതാക്കളോട് ആവശ്യപ്പെടും. അപ്പൊ രക്ഷിതാക്കളുടെ ജോലി അതിനാവശ്യമായ പണം സൗകര്യപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം കോമ്പറ്റ് ചെയ്യുന്ന സബ്ജക്റ്റോട് കൂടി നമ്മുടെ കേരളത്തിലും വിദേശ രാജ്യത്തുള്ള സർവകലാശാലകളുടെയും കൂടി സഹായത്തോടുകൂടി കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ടാലന്റ് ഫെസ്റ്റ് എന്നിവയും നടന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി മുഖ്യ അതിഥിയായിരുന്നു. പ്ലാറ്റിനം ജൂബിലി പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക PV ശ്രീദേവിക്ക് ചടങ്ങിൽ വെച്ച് യാത്രയയപ്പും നൽകി. കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കലണ്ടർ പ്രകാശനം നടത്തി. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ OC അലോഷ്യസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്ട്രസ് N ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി MS സിന്ധുമോൾ, PTA പ്രസിഡന്റ് മഞ്ചേഷ് KM, MPTA പ്രസിഡന്റ് ആൻസമ്മ ചാക്കോ, PV ശ്രീദേവി, പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 66ാമത് വാർഷിക ആഘോഷമാണ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഘട്ടങ്ങൾ മാറിയില്ലേ? ഇന്ന് വിദ്യാലയത്തിലേക്ക് കുട്ടികൾ ക്യൂ നിന്ന് ചേരുവാണ്. ഈ സ്കൂളിലേക്ക് നോക്കണം. +1, +2 അഡ്മിഷൻ ഇവിടെ ഉണ്ട്, വേക്കൻ്റ് ഉള്ളൂ, എല്ലാ സീറ്റും ഫില്ലാവുന്നു. ഇതായിരുന്നില്ല ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ, യോഗ്യനും സമർത്ഥനുമായ അധ്യാപകർ ഇവിടെ പഠിപ്പിക്കുന്നു. അവരുടെ ശിക്ഷണത്തിൽ കുട്ടികൾ വളരുന്നു. ഇൻഫിനിറ്റി 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപകരായ തങ്കമണി VB, ഷൈബി KK എന്നിവരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. 2015 മുതൽ 18 വരെ പ്രവർത്തിച്ച ടീച്ചറിനുള്ള ആദരം. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. മെന്റലിസ്റ്റ് അർജുൻ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബാബു പുലിക്കലിന്റെ മാജിക് ഷോ, റിതം മ്യൂസിക് ബാൻഡിന്റെ ഗാനമേള എന്നിവയും നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി സുവനീർ പ്രകാശനം ചെയ്തു. കൗൺസിലർമാരായ IB മോൾ രാജൻ, ധന്യ അനിൽ, സിജു ചക്കുമുട്ടിൽ, ഷാജി കൂത്തോടി, സിജോമോൻ ജോസ്, പ്രശാന്ത് രാജു, PJ ജോൺ, സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, മാത്യു ജോർജ്, ജോമോൻ പൊടിപാറ, അഡ്വക്കേറ്റ് സുജിത് ശശി, PK ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന തൂങ്കുടിയിൽ മുതിർന്ന പൗരന്മാരുടെ സംഗമം നടന്നു. സായന്തനം 2K25 എന്ന പേരിൽ നടന്ന വയോജന സംഗമം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ 25ാം വാർഡ് തൂങ്കുഴിയിലാണ് 65 വയസ്സ് പൂർത്തിയായ മുതിർന്ന പൗരന്മാരുടെ സംഗമം ഒരുക്കിയത്. സായന്തനം 2K25 എന്ന പേരിലാണ് പരിപാടി നടന്നത്. വയോജനങ്ങളുടെ കൂടിക്കാഴ്ച ഒരുക്കുക, വാർദ്ധക്യത്തിന്റെ വിരസത അകറ്റാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുക, വയോജനങ്ങളെ ആദരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. അത് ഇന്നത്തെ ഒരു സാമൂഹികപരമായ ഉത്തരവാദിത്വം കൂടിയായിട്ട് കാണുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സേവനങ്ങൾ ഈ നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ തന്നെ അത്യധ്വാനം ചെയ്ത് എല്ലാ തരത്തിലും പ്രയാസപ്പെട്ട് അധ്വാനിച്ചവരാണ് നമ്മളെല്ലാവരും. അപ്പൊ അവരെ ആ ഒരു നിലയിൽ പരിഗണിക്കുവാനും
അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം പറഞ്ഞ് അവരുടെ മാനസികമായ ഉല്ലാസം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൂങ്കുഴി അങ്കണവാടിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വയോജനങ്ങളെ ആദരിച്ചു. കൗൺസിലർ മനോജ് മുരളി അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി വെള്ളമക്കൽ, സിജു ചക്കുമൂട്ടിൽ, ഓമന കലയംകുന്നേൽ, സുനിൽ കെ കെ, കണ്ണൻ ഭൂപതി, ലിസി മുട്ടത്ത, ടെസി ടോണി, ജ്യോതി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിൽ നിന്നും KSEBയുടെ ഇലക്ട്രിക് സെക്ഷൻ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ഒരു യുവാവ്. വയറിംഗ് ജോലികൾ ചെയ്തുവരുന്ന വണ്ടിപ്പെരിയാർ തങ്കമല എസ്റ്റേറ്റ് സ്വദേശിയായ മുകേഷാണ് ഈ അംഗീകാരം കരസ്ഥമാക്കിയത്. ഇലക്ട്രിക് വയറിംഗ് ജോലികളിൽ ലൈസൻസുകൾ കരസ്ഥമാക്കിയ നിരവധി പേർ തോട്ടം മേഖലയിലുണ്ടെങ്കിലും ഇതാദ്യമായാണ് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിൽ നിന്നും ഒരു യുവാവ് KSEBയുടെ സൂപ്പർവൈസിംഗ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത്. തങ്കമല എസ്റ്റേറ്റിൽ താമസക്കാരനായ മുകേഷാണ് സൂപ്പർവൈസിംഗ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയത്. 9 വർഷമായി വയറിംഗ് ജോലികൾ ചെയ്തു വരുന്ന മുകേഷിന് KSEBയുടെ പേപ്പർ വിഭാഗങ്ങൾ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നേരിട്ടതോടെയാണ് എന്തുകൊണ്ട് തനിക്ക് ഇതിനായുള്ള സർട്ടിഫിക്കറ്റ് നോക്കിക്കൂടാ എന്ന ആശയം ഉദിച്ചത്. ഞാൻ ഇങ്ങനെ ഇലക്ട്രിക്കലിൻ്റെ ജോലിയായിട്ട് ഒരു 9 വർഷകാലമായിട്ട് അങ്ങനെ പണിയുന്നുണ്ടായിരുന്നു ഗുജറാത്തിൽ. പണിന്ന് വരുമ്പോൾ എനിക്ക് ഈ പേപ്പറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ KSEBയിൽ പേപ്പർ കൊടുക്കാനും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലോട്ട് പേപ്പർ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേപ്പർ ഇല്ലാതെ ഞാൻ വേറെ ആരെങ്കിലും തപ്പി നടക്കുമായിരുന്നു. അപ്പം നമ്മൾ തന്നെ ശ്രമിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഒരു ശ്രമം നടത്തിയപ്പം ആദ്യത്തെ തവണ തന്നെ എനിക്ക് സൂപ്പർവൈസർ B ഗ്രേഡ് 50 kVA ജനറേറ്ററും 50 കിലോവാട്ട്സിൻ്റെ KSEBയുടെ പേപ്പറും ഇതെല്ലാം ചെയ്യാനുള്ള അധികാരമായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. ഇതുകൊണ്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സെറ്റപ്പിലിരിക്കുക. തിരുവനന്തപുരത്ത് വെച്ചാണ് ഇതിനായുള്ള പരീക്ഷ നടന്നത്. 50 വാട്ട്സ് ജനറേറ്റർ വർക്കും 50 കിലോ വാട്ട് KSEB വർക്കുകളും ചെയ്യുവാൻ കഴിയുമെന്ന് മുകേഷ് പറയുന്നു. തോട്ടം മേഖലയിൽ നിന്നും ആദ്യമായി ഈ അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മുകേഷ് എന്ന ചെറുപ്പക്കാരൻ. പാറക്കെട്ടിൽ പൊന്നു വിളിയിക്കുകയാണ് മേലുചിന്നാർ സ്വദേശി സിബിച്ചൻ നെല്ലിമലയിൽ. ഒട്ടും കൃഷിയോഗ്യമല്ലാത്ത കുന്നിൻ മുകളിലെ പാറക്കെട്ടുകൾക്കിടയിൽ കയ്യാല തീർത്തും മറ്റിടങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടുമാണ് സിബിച്ചന്റെ കാർഷിക പ്രവർത്തനങ്ങൾ. വിപുലമായ ഏത്തവാഴ കൃഷിയും ഇദ്ദേഹത്തിനുണ്ട്. ഗ്രാഫ്റ്റിംഗും ബഡ്ഡിങ്ങും അറിയാവുന്ന ഈ കർഷകൻ സമീപകാലത്താണ് മഴമറയ്ക്കുള്ളിൽ പച്ചക്കറി കൃഷി ചെയ്തു തുടങ്ങിയത്. ക്യാബേജ്, കോളിഫ്ലവർ, കെയിൽ, ലെറ്റ്യൂസ്, വഴുതന, ചൈനീസ് ക്യാബേജ്, ബ്രൊക്കോളി, ബീൻസ്, പയർ തുടങ്ങിയവയ്ക്ക് പുറമെ ഹൈറേഞ്ചിൽ ഉള്ളിയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും വിളിയുമെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ കർഷകൻ. ഇത് ഒരു കൂടുതലായിട്ടും മണ്ണിൻ്റെ അളവ് കുറവുള്ള സ്ഥലമാണ്, പാറക്കെട്ടാണ്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഒരു നല്ല കയ്യാലയൊക്കെ വെച്ചിട്ട് മണ്ണ് ഞങ്ങൾ സ്വന്തം അധ്വാനത്തെ കൊണ്ട് ഇട്ടിട്ടാണ് ഇവിടെ ഈ ഇങ്ങനൊരു പ്രത്യേക പ്ലേസ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മഴ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. ഇവിടെ ജലസേചന സ്ഥാപനം വല്ല ബുദ്ധിമുട്ടാണ്, കാരണം മണ്ണിന് താഴ്ചയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടന്ന് വളരെ അധികം വ്യായാമം ചെയ്തിട്ടാണ് ഇത്രയും പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിനകത്ത് ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, കെയിലുണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്, പിന്നെ ചൈനീസ് ക്യാബേജ്, അങ്ങനെ പിന്നെ തക്കാളിയുണ്ട്, പയർ, പിന്നെ അത്യാവശ്യം ഉരുളക്കിഴങ്ങ് കൃഷിയുണ്ട്, സവോള കൃഷിയുണ്ട്, ഉള്ളിക്കൃഷിയുണ്ട്. നമ്മുടെ ഈ വീട്ടിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെ പരമാവധി ഉൽപ്പാദിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ജൈവ രീതിയിലുള്ള പരിപാലന മുറകളാണ് ഇദ്ദേഹം കൃഷിക്ക് നൽകുന്നത്. ജലസേചന സൗകര്യം കുറഞ്ഞ ഈ പ്രദേശത്ത് കുന്നിന്റെ മുകളിൽ നിന്ന് ലഭ്യമാകുന്ന വെള്ളം ചെറിയ തോതിൽ ഉപയോഗിച്ചാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. നാണ്യവിളകളും അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളും സിബിച്ചന്റെ കൃഷിയിടത്തിലുണ്ട്. ചിരട്ടയിൽ ശില്പങ്ങൾ തീർക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. ഇരട്ടയാർ തുളസിപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിൽ മകരപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 7 മുതൽ 11 വരെയാണ് ഉത്സവം നടക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി തെക്കേടത്ത് ഗോപൻ ശാന്തികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇടുക്കിയിലെ പ്രധാന മഹാക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തുളസിപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഗുരുദേവ മഹാക്ഷേത്രം. ജില്ലയിലെ മനുഷ്യവാസത്തിന്റെ തന്നെ പഴമയും പ്രാധാന്യവും ക്ഷേത്രത്തിനുണ്ട്. ചരിത്രപ്രസിദ്ധമായ തുളസിപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ അഭീഷ്ടവരദായകനും ദേശത്തിന്റെ അധിപനുമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഭഗവാന്റെ തിരുവുത്സവവും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠാ വാർഷികവുമാണ് നടക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി തെക്കേടത്ത് ഗോപൻ ശാന്തികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു.
SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകി. ഉത്സവ നാളുകളിൽ വൈദികർ പ്രത്യേകമായ പൂജകൾ നടത്തുന്ന വഴിയും കലശാഭിഷേകം നടത്തുന്നത് വഴിയും ക്ഷേത്ര ചൈതന്യം 10 മടങ്ങായി വർദ്ധിക്കുമെന്നും അത് ഈ ക്ഷേത്രത്തിന്റെ സമീപത്തും ഈ നാട്ടിലാകെ വ്യാപിക്കുമെന്നും നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിലും ഹൃദയങ്ങളിലും ആ ചൈതന്യം എത്തിച്ചേരുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളിലും ഹൃദയങ്ങളിലും ഈ ഭഗവാന്റെ ചൈതന്യം എത്തിച്ചേരട്ടെ. യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി തെക്കേടത്ത് ഗോപൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ജാതിമത ഭേദമന്യേ ഏവരും ഒന്നായി നടത്തുന്ന ആഘോഷം കൂടിയാണ് തുളസിപ്പാർക്ക് ക്ഷേത്രത്തിലെ ഉത്സവം. ക്ഷേത്രം പ്രസിഡന്റ് ഷിബു സത്യൻ കണ്ടത്തിൽ, സെക്രട്ടറി രാജീവ് കെ കൂടയ്ക്കൽ, യൂണിയൻ കൗൺസിലർ രാജേഷ് കണ്ടംകുളത്ത് തുടങ്ങിയവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകും. മരിയാപുരം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ധീരരക്തസാക്ഷികളായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. 3 ദിവസങ്ങളായി നടക്കുന്ന തിരുനാൾ ആഘോഷം ഞായറാഴ്ച സമാപിക്കും. മരിയാപുരം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ധീര രക്തസാക്ഷികളായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾ 3 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ഫെബ്രുവരി 7-ാം തീയതി പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം ഭവന സന്ദർശനം നടത്തി രോഗാവസ്ഥയിലുള്ളവർക്ക് വിശുദ്ധ കുർബാന നൽകി. വൈകിട്ട് 4 മണിക്ക് മില്ലുംപടി ദൈവകരുണയുടെ കപ്പളിയുടെ ആശീർവാദത്തിന് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാധാനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയോടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കാനും ഞങ്ങളുടെ സൽപ്രവർത്തനം വഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ കപ്പേൾ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. തുടർന്ന് തിരുനാൾ പ്രഖ്യാപന വാഹന റാലിയും 5:30 തിരുനാൾ കൊടിയേറ്റും നടന്നു. 8-ാം തീയതി ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ അനീഷ് ഇടനാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വീടുകളിലേക്ക് അമ്പ പ്രദക്ഷിണം നടന്നു. വൈകിട്ട് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ തോമസ് പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മില്ലുംപടി കപ്പേളയിലേക്ക് തിരുനാൾ പ്രദക്ഷിണവും നടന്നു. ഫാദർ ഷാജി മംഗലത്ത് തിരുനാൾ സന്ദേശം നൽകി. പ്രദക്ഷിണം ദേവാലയത്തിൽ തിരിച്ചെത്തിയ ശേഷം ആകാശവിസ്മയവും വാദ്യമേളങ്ങളുടെ ഡിസ്പ്ലേയും നടന്നു. തിരുനാളിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച 9 മണിക്ക് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് പണ്ടാരത്തിൽക്കുടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 4 മണിക്ക് നടക്കുന്ന റാസ കുർബാനയ്ക്ക് റവറൻ ഡോക്ടർ പോളി മണിയാട്ട മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ടൗൺ പ്രദക്ഷിണവും നടക്കും. ഇടവക വികാരി ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ, കൈക്കാരന്മാരായ മാത്യു സെബാസ്റ്റ്യൻ കല്ലക്കാവുങ്കൽ, ഷിനോജ് മാത്യു പടിഞ്ഞാറയിൽ, സജി ചാക്കോ അഴിമുഖത്ത്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഷാജി ജേക്കബ് എരപ്പുഴിക്കര എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. കാഞ്ചാർ ലബക്കട GPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഈ വർഷത്തെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നടന്നു. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST ഉദ്ഘാടനം നിർവഹിച്ചു. ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ക്രമീകരണങ്ങൾ സുഗമമാക്കുകയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് 9562034555, 9400158910 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വേനൽ രൂക്ഷമാകുന്നതിന് മുൻപേ വണ്ടിപ്പെരിയാർ ഡൈമുക്ക് പുതുവൽ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. മാറി മാറി വന്ന ജനപ്രതിനിധികൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് പ്രദേശത്തെ 25ഓളം കുടുംബങ്ങൾ. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെട്ട ഡൈമുക്ക്, അഞ്ചുമുക്ക് പുതുവല്ലിലെ 25ഓളം കുടുംബങ്ങളാണ് വേനൽ ശക്തമാകുന്നതിന് മുൻപ് തന്നെ കുടിവെള്ളക്ഷാമം നേരിടുന്നത്. പാറയിടുക്കിലെ ചെറിയ ഉറവയാണ് നിലവിൽ ഇവരുടെ ആശ്രയം. കാലാകാലങ്ങളായി ജനപ്രതിനിധികളോട് തങ്ങൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പിന്നെ ഇവിടെ ജപ്പാമ്പത്തി എന്ന് പറഞ്ഞ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങളായി ഇതുവരെ നടപ്പിലാക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് എന്നെയുള്ള മുന്നോട്ടുള്ള ഇലക്ഷൻ കാര്യങ്ങളിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം വോട്ടെടുത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്കാരും ഇങ്ങോട്ട് വോട്ട് വെച്ച് വരും വേണ്ട, ഞങ്ങളുടെ ജനങ്ങൾ ആരും ഇടത്തുമില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇട്ടിട്ട് പ്രയോജനമില്ല.
ഇത്രയും വർഷം ഇട്ട മെമ്പർമാരെ കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾക്ക് പ്രയോജനം ഇല്ല. കാരണം റോഡായാലും വെള്ളമായാലും ഒരു സൗകര്യമില്ല. സമീപത്തെ വാട്ടർ ടാങ്കിൽ നിന്നും ഓസുകൾ വഴി പ്രദേശത്ത് ജലവിതരണം നടക്കുന്നുണ്ടെങ്കിലും ഭാരിച്ച ചിലവ് മൂലം ഇതും പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നു. പ്രദേശത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഏക ആശ്രയമായ ഉറവ കൂടി വറ്റിയാൽ ഇവിടുത്തെ 25ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 162, വിൽപ്പനയ്ക്ക് വന്നത് 33,168, വിൽപ്പന നടന്നത് 31,459, കൂടിയ വില 3,515, ശരാശരി വില 2,991. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 900, കൊക്കോ 180, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,945 രൂപ, വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി മൂന്നാറിൽ ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി KT ഗണേഷ് കുമാർ നിർവഹിച്ചു. മൂന്നാറിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പുതുതായി 4 KSRTC ബസ്സുകൾ അനുവദിക്കുമെന്ന് മന്ത്രി. വിദേശ സഞ്ചാരികൾക്ക് പോലും KSRTC ഡബിൾ ഡെക്കറിലൂടെയുള്ള മൂന്നാർ യാത്ര പുതിയ അനുഭവമാകുമെന്നും ഗണേഷ് കുമാർ. ജില്ലയ്ക്ക് ആശാവഹമായ നിരവധി പദ്ധതികളുള്ള ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മെഡിക്കൽ കോളേജിനെ തഴഞ്ഞുവെന്ന വാർത്ത അടിസ്ഥാനരഹിതം. ഇടുക്കി പാക്കേജിനും ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. ജില്ലയുടെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ബജറ്റാണിതെന്നും മന്ത്രി. CSR ഫണ്ട് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അനന്തകൃഷ്ണനുമായി തൊടുപുഴ മേഖലയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. അനന്തുവിനെ സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിച്ചത് മൂവാറ്റുപുഴ പോലീസ്. മറയൂർ വട്ടവട മേഖലകളിൽ വെളുത്തുള്ളി വിളവെടുപ്പ് ആരംഭിക്കാനിരിക്കെ വെളുത്തുള്ളിയുടെ വില ഇടിയുന്നു. നിലവിൽ വെളുത്തുള്ളി വില 250-നടുത്ത. മുൻ വർഷങ്ങളിൽ 600-നടുത്തെത്തിയ വെളുത്തുള്ളി വിലയാണിപ്പോൾ 250-ലേക്ക് കൂപ്പുകുത്തിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.